ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു കയ്പ്പയ്ക്ക കൊണ്ട് മീൻകറി വെക്കണ രീതിയാണ്. അപ്പോൾ അതൊരു സ്പെഷ്യൽ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അതിലേക്കായിട്ട് ഒരു കയ്പ്പയ്ക്ക ഞാൻ ഇപ്പോൾ ഈ കാണിച്ച ഒരു പകുതി വലിയൊരു കയ്പ്പയ്ക്കയാണ്. അതിൻ്റെ ഒരു പകുതി ഇതുപോലെ മുറിച്ചെടുത്തു നീളത്തിൽ. ഉള്ളിലെ ചോറും കുരുവൊക്കെ കളഞ്ഞിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് ഒന്ന് ചെരിച്ച് മുറിച്ചു വലിയ കഷ്ണങ്ങളായിട്ട്. എന്നിട്ട് അതൊരു പാത്രം വെച്ചിട്ട് അതിലിട്ടിട്ട് ഉപ്പൊക്കെ ഇട്ട് കുറച്ച് നേരം ഒന്നിട്ട് തിളപ്പിക്കണം. ഒരു പകുതി മുക്കാ വേവും ആവണ രീതിയിൽ നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം. തിളപ്പിച്ചിട്ട് അത് ആ വെള്ളത്തിൽ നിന്ന് മാറ്റി വയ്ക്കുക. അത് സ്റ്റൗ ഓഫാക്കി വയ്ക്കണം. പിന്നെ ഒരു പാൻ വെച്ചിട്ട് പാനിൽ കുറച്ച് ഓയിൽ ഒഴിക്കുക. ഒരു സബോള നന്നായി കനം കുറഞ്ഞരിഞ്ഞത് വേണം, അത് അതിലിടുക. അപ്പോൾ സബോള നന്നായിട്ട് വഴന്ന് വരുമ്പോൾ അതിൽ ആവശ്യത്തിന് വേണ്ട മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി. അപ്പോൾ അതൊക്കെ 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടി, 1 സ്പൂണ് മുളക് പൊടി, 1 സ്പൂണ് മല്ലിപ്പൊടി, അതാണ് ഞാൻ അതിൽ ചേർത്തിട്ടുള്ളത്. അപ്പം അങ്ങനെ അത് 3 ഇട്ടുണ്ട്. പിന്നെ 2 തക്കാളി നന്നായി കനം കുറഞ്ഞരിഞ്ഞിട്ട് അതും ചേർക്കുന്നുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പും അതിൽ ചേർക്കുന്നുണ്ട്. ഉപ്പ് ഇതൊക്കെ ഇട്ടിട്ടൊന്ന് കുറച്ച് നേരം ഒന്ന് ഒതുങ്ങാൻ വേണ്ടിയിട്ട് മൂടി വയ്ക്കുക. പിന്നെ ചെയ്യേണ്ടത് ഒരല്ലി വെളുത്തുള്ളി, ഒരല്ലി വെളുത്തുള്ളിയും ഒരു നുള്ള് പെരിഞ്ജീരകം, അത് കഴുകി വെച്ചതാണ് ഞാനത്. അപ്പോൾ ആ പെരിഞ്ജീരകം കൂടിയിട്ട് നന്നായിട്ട് ചതച്ച് ഒരു നല്ലോണം ചതച്ചിട്ട് ഈ മസാലയിലേക്ക് ചേർക്കണം. ഉള്ളി മൂപ്പിക്കണയിലേക്ക് ചേർക്കണം. അപ്പോൾ അത് നന്നായിട്ട് കറണ്ട് ഉണ്ടായിരുന്നില്ല. അപ്പോൾ അല്ലെങ്കിൽ മിക്സിയിൽ നാളികേരപ്പാൽ എടുക്കണ കൂടെ എടുത്താൽ മതി എന്ന് വിചാരിച്ചിട്ട് ഞാൻ മുന്നേ ഇടാണ്ടിരുന്നത്. അത് ആദ്യം ചേർത്ത് മൂപ്പിച്ചിട്ട് മതി, ആയാലും കുഴപ്പമില്ല. അപ്പോൾ ഈ ചതച്ചത് ഞാൻ ആ ഉള്ളിയിൽ സബോളയും കൂടെ ചേർത്തു. സബോളയും തക്കാളിയും കൂടിയുള്ള കൂടെ ചേർത്ത് വെച്ച് നന്നായി ഇളക്കി ഒന്ന് മൂത്ത മണം വരുന്നവരെ ഇളക്കി. പിന്നെ അത് കഴിഞ്ഞിട്ട് വേവിച്ച കയ്പ്പയ്ക്ക അതും ഇതിൽ കൂടെ ചേർത്തു. ഇതൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ, കുറച്ച് നേരം ഒന്ന് വാടണം, വെളുത്തുള്ളിയുടെ പച്ചമണം ഒന്ന് പോകണം. അത് കഴിഞ്ഞിട്ട് വേവിച്ച് വെച്ച കയ്പ്പയ്ക്ക അതിൽ കൂടെ ചേർത്തു. അപ്പം അതും കുറച്ച് നേരം ചേർത്തിട്ടൊന്ന് മൂടി വയ്ക്കുക, എല്ലാം കൂടി പാകാവാൻ വേണ്ടിയിട്ട്. അപ്പം എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ മുന്നേ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻ്റൊക്കെ ഒന്ന് രേഖപ്പെടുത്തണം. ആരും വീഡിയോ കാണുന്നുണ്ടെങ്കിലും കൂടി ലൈക്കൊന്നും ആരും ചെയ്യണില്ല. അപ്പോൾ എന്തായാലും ലൈക്ക് ചെയ്യാൻ മടിക്കാതെ എല്ലാവരും ലൈക്ക് ചെയ്യുക. ലൈക്ക് ചെയ്തവർ തന്നെ വീണ്ടും ചെയ്ത് കഴിഞ്ഞാൽ അത് പിന്നെ ലൈക്കിൻ്റെ എണ്ണം കുറയുള്ളൂ. അപ്പോൾ അതുപോലെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളവർ അറിയാണ്ട് ചിലത് സബ്സ്ക്രൈബ് വീണ്ടും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ സബ്സ്ക്രൈബ് കുറയുന്നുണ്ട്, ഇടയ്ക്ക് ചില നേരത്തെ അങ്ങനെയും വരുന്നുണ്ട്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. ഒരിക്കൽ സബ്സ്ക്രൈബ് ചെയ്തവർ പിന്നെ ചെയ്യരുത്, പിന്നെ എല്ലാ വീഡിയോയിലും ലൈക്ക് ചെയ്താൽ മതി. അപ്പോൾ ഇത് കയ്പ്പയ്ക്ക അതേ കൂടെ സെറ്റായി തുടങ്ങിയിട്ടുണ്ട്, വെന്തിട്ട് നന്നായി പാകമായിട്ടുണ്ട്. അതുകൂടെ മുളക് ഇതൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു മുറി നാളികേരം ഞാൻ ചിരകി അതിൽ നിന്ന് മിക്സിയിൽ അടിച്ചിട്ട് പാലെടുത്തിട്ടുണ്ട്. ആ നാളികേരത്തിൽ കൂടെ ഒരു അല്ലി വെളുത്തുള്ളിയും അതുപോലെ ഒരു നുള്ള് പെരിഞ്ജീരകം കൂടി ഞാൻ ചേർത്തുണ്ട്. അപ്പോൾ ആ നാളികേരപ്പാല് ഇതിലൊഴിച്ചു. ഒരു ഗ്ലാസ് ഉണ്ടാവും ആ പാല്. അപ്പോൾ ആ പാല് ഇതിൽ കൂടെ ഒഴിച്ചു. കുറച്ച് നേരം ഒന്ന് തിളച്ചിട്ട് ആ ഒരു കൊഴുത്ത ഇത് വരണം, ഒരു കൊഴുപ്പ് പാകാവാണ്ട്. അങ്ങനെ പാകാവുമ്പോൾ സ്റ്റൗ ഓഫാക്കി വയ്ക്കാം. അപ്പോൾ ഇതിപ്പോൾ ഏകദേശം ആയി തുടങ്ങിയിട്ടുണ്ട്. മല്ലിയും മുളകും തക്കാളി ഇതൊക്കെ വഴന്നതിൻ്റെ എല്ലാം കൂടി ഒന്നൊരു കൊഴുത്ത ഗ്രേവിയായി വരാനുണ്ട്.
അപ്പോൾ കുറച്ച് നേരം അങ്ങനെ കിടന്നിട്ട് ഒന്ന് തിളച്ച് വരുമ്പോൾ ഒരു കൊഴുപ്പ് വരും. അത് അങ്ങനെ കൊഴുപ്പ് വന്നു കഴിഞ്ഞാൽ പിന്നെ ഉപ്പും പുളിയൊക്കെ പാകാക്കിയിട്ട്, പുളിക്ക് വേണമെങ്കിൽ ഒരു നുള്ളു പുളി പിഴിഞ്ഞൊഴിക്കാം ചെറുതായിട്ട്, കുറച്ചേ വേണ്ടോ. അപ്പം ഞാനത് പുളി ഒഴിക്കുന്നില്ല, ഞാനൊരു മൂടി വിനാഗിരി എടുത്തിട്ടാണ് ഒഴിച്ചത്, ഒരു മൂടി വിനാഗിരി. അപ്പോൾ പുളിന് ഒരു നുള്ളന്നെ വേണ്ടോ, അപ്പോൾ അതിന് പുളി പിഴിയണ്ടെന്ന് വിചാരിച്ചിട്ട് വിനാഗിരി ഒഴിച്ചു. തക്കാളിയുടെയൊക്കെ ഒരു പുളിയുള്ള കാരണം കൊണ്ട്, 2 തക്കാളി ഉണ്ട്, അതിൻ്റെയൊക്കെ പുളിയുള്ള കാരണം കൊണ്ട് കുറച്ച് പുളിയുടെ ആവശ്യമുള്ളൂ. അപ്പോൾ ഒറ്റ മൂടി വിനാഗിരി ഒഴിച്ചു. പിന്നെ നാളികേരത്തിൻ്റെ ആദ്യത്തെ പാല് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, പിഴിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ എന്നിട്ടാണ് നാളികേരം മിക്സിയിൽ അരച്ച് നന്നായി പാല് പിഴിഞ്ഞെടുത്തത്. അപ്പോൾ ആ പാല് ഒഴിച്ചിട്ട് ഇളക്കാണ്ട് കുറച്ച് നേരം അങ്ങനെ തന്നെ തിളയ്ക്കണത് അങ്ങനെ തന്നെ ഇടുക, ഓഫാക്കിയിട്ട്. ഇനി ഒരു 4 ചെറിയ ഉള്ളി ചെറുതാക്കി അരിഞ്ഞിട്ട് ഒരു ചീഞ്ചട്ടി വെച്ച് അതിൽ വെളിച്ചെണ്ണ ഒഴിച്ചു, വേപ്പിലൊക്കെ ഇട്ടിട്ട് മൂപ്പിച്ചു. അപ്പോൾ അത് ഇതിൽ കൂടെ ചേർത്തു. അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റാണ്, നല്ല ടേസ്റ്റാണ് ഈ കറി. നിങ്ങളൊന്ന് ചെയ്ത് നോക്ക്, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ. മീൻ കറി മാറിയിരിക്കും, മീൻ കറിയുടെ ടേസ്റ്റാണ്. അപ്പോൾ കയ്പ്പയ്ക്കയുടെ കയ്പ്പ് പോകാൻ വേണ്ടിയിട്ടാണ് കുറച്ച് നേരം തിളച്ച വെള്ളത്തിലിട്ടിട്ട് നന്നായിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കണത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, കമൻ്റ് അറിയിക്കുക, ലൈക്ക് ചെയ്യുക. അടുത്തൊരു നല്ല റെസിപ്പി ആയിട്ട് ഞാൻ വീണ്ടും വരാം. കാണാനും നല്ല ഭംഗിയുണ്ട്. കറിയുടെ മീൻചാറ് പോലെ ഇരിക്കുന്നുണ്ട് കറി. നല്ല ടേസ്റ്റി ആയ ഒരു വെജിറ്റബിൾ മീൻ കറി. കയ്പ്പയ്ക്ക നീളത്തിൽ ഇടുന്നത് മീൻ കഷ്ണം പോലെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ്. ഉണ്ടോ? അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇനി അടുത്തൊരു റെസിപ്പി ആയിട്ട് ഞാൻ വീണ്ടും വരാം. ഓക്കെ, താങ്ക് യു. ആദ്യമായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ ബെല്ല് വരും, ആ ബെല്ലും കൂടി അമർത്തി കഴിഞ്ഞാൽ ഓൾ എന്ന ഓപ്ഷൻ ഉണ്ട്, അതും കൂടി ചെയ്താലാണ് എല്ലാ നോട്ടിഫിക്കേഷനും നിങ്ങൾക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഞാൻ ഇടുന്ന വീഡിയോൻ്റെ എല്ലാ നോട്ടിഫിക്കേഷനും നിങ്ങളുടെ മൊബൈലിൽ വരും. ഓക്കെ.